ഹലോ അസ്സാം വലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കുറച്ച് നേരം കണ്ടെങ്കിലല്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഒന്ന് വീഡിയോ കുറച്ച് നേരം ഒന്ന് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ അതാ ചായക്കൊക്കെ വെള്ളം വെച്ചു. 2-3 ഉള്ളി അരിഞ്ഞെടുക്കണം. അപ്പോൾ തോലൊക്കെ പൊളിച്ചിക്കണം കേട്ടോ. ചായക്ക് കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയും കോഴിച്ചാറുമാണ് കേട്ടോ. അന്ന് കോഴിച്ചാറ് എന്ന് പറയാൻ പറ്റില്ല, നല്ലോണം വെള്ളത്തിലൊന്നല്ല കേട്ടോ അന്ന് വെക്കണത്, കുറച്ചൊരു വെള്ളത്തിൽ വെക്കാം. അപ്പോൾ നമ്മൾ രാവിലെയും ഉച്ചക്കും ആ കോഴിച്ചാർമ്മയാണ് തള്ളിയിടാന്നാട്ടോ അന്ന് വിചാരിച്ചിരിക്കുന്നത്. നേരം വെളുത്താലുള്ളൊരു പണിയാണിത്. പടച്ചോനെ ചായക്ക് കടി ഉണ്ടാക്കാൻ അന്തിക്ക് തുടങ്ങും. പടച്ചോനെ നാളെ എന്താപ്പം ഈ കടി ഉണ്ടാക്കുക, എന്താപ്പം കടി ഉണ്ടാക്കാൻ ഏതായാലും ആലോചിച്ച് നിന്നുകാണ്ട് എന്താ കടി ഉണ്ടാക്കുക എന്നുള്ളത് കടി കിട്ടി. അപ്പോൾ പിന്നെ ചായയും കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും. പടച്ചോനെ എന്താപ്പം ഇനി ഉച്ചക്ക് ചോറ്റൊക്കെ കൂട്ടാൻ എത്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടാൻ വെക്കാൻ മാണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാരാൻ വേണ്ടേ. അതിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ തല പുണ്ണാക്കി നിൽക്കുമ്പോഴേക്കാരം എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. അന്ത്യമായാൽ തുടങ്ങും ചായക്ക് കടി. ചായയും കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തുടങ്ങും ഉച്ചക്ക് എന്താ ചോറ്റക്ക് ചാറുണ്ടാക്കണേ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോസ് കാണുന്ന വീട്ടമ്മമാർ ഒന്ന് കമൻറ്റ് ചെയ്തോളിയും കേട്ടോ. അപ്പം അങ്ങനെയാണ് കേട്ടോ. ഞാൻ അന്ത്യമാകുമ്പോൾ തുടങ്ങും. പറിച്ചോനെ നാളെത്തപ്പം ഇനി കടി ഉണ്ടാക്കുക, നാളെപ്പം എന്താ ഇനി കടി ഉണ്ടാക്കുക എന്നിങ്ങനെ തല പുണ്ണാക്കി നിൽക്കുമ്പോഴേക്കാലം ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ചായക്ക് കടി ഉണ്ടാക്കുമ്പോഴേക്കാലം എത്ര റബ്ബ ഇനിയിപ്പോൾ ഉച്ചക്ക് ചാറുണ്ടാക്കാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇഞ്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ചപ്പാത്തിയൊക്കെ പരത്തി ചൂടുകയാണ് കേട്ടോ. നമ്മളെ ചപ്പാത്തിക്ക് പൊള്ളക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ എന്തപ്പം പൊള്ളക്കാത്ത വിചാരിച്ചിട്ട് നെക്കി പൊട്ടിച്ച് കാണ്ട് ഏതായാലും അവിടെ പൊള്ളച്ചാണ് വന്നിക്കണം കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. ചില നേരത്തുണ്ട് ചപ്പാത്തിക്കൊരു മടി പൊള്ളച്ചിങ്ങോട്ട് വരാൻ. അപ്പോൾ നമ്മൾ സമ്മതിച്ചോ, അമർത്തി ഏതായാലും പൊള്ളച്ചാണ് വന്നിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞാൻ ചപ്പാത്തി ചുട്ടപ്പോഴാണ് കേട്ടോ ഉള്ളി അരിഞ്ഞത്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ പറന്ന് കുറച്ച് ഉള്ളി ഇട്ടിട്ടോ. പിന്നെ തോന്നി ഞാൻ കുറച്ച് ബിരിയാണി വെച്ചില്ലേ, അതിലൊരു 2 അരി ബാക്കിയുണ്ട് കേട്ടോ. 2 ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ടൊരു നെയ്ച്ചോറക്കാമെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും കോഴിച്ചാറുണ്ടല്ലോ, അപ്പോൾ എന്നാൽ നെയ്ച്ചോറാണ്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇതാക്കണേ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും പിന്നെ മുളകും പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ച മണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതാക്കണേ കുറച്ച് വെള്ളം പറഞ്ഞെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഇല്ലാഞ്ഞാൽ പറ്റൂല, ചപ്പാത്തിക്കും വേണ്ടേ. ഇവിടെ ആണെങ്കിൽ കുറേ ചാറുമാണ് കേട്ടോ. ഇച്ചും വേണം, എൻ്റെ മക്കൾക്കും വേണം കേട്ടോ ചാറ്. അപ്പോൾ കോഴിയൊക്കെ കേകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വെച്ചിനല്ലോ, അതൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ കേകി വെച്ച കോഴി ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതവിടെ കിടന്നിക്കാണ്ട് വേഗട്ടെ. ഇനി കോഴിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. ഇനി അതവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് വെന്തിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടാണ് സെറ്റാക്കി എടുത്താൽ നമ്മളെ കോഴിക്കറി റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതാക്കണേ മല്ലിച്ചപ്പും അരിഞ്ഞ് വെച്ചിക്കണേ അതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചിക്കൻ മസാല അതും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിച്ചാറ് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര വെള്ളം നിന്നോട്ടെ, എന്നെങ്കിലാണ് നമുക്ക് രാവിലേക്കും ഉച്ചക്കും അവിടെ തള്ളിയിടാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണേ. അങ്ങനെ ചാറായി കഴിഞ്ഞപ്പോൾ ഞാൻ അരി ഒന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നായി എടുത്തിട്ട് അരി ഒന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറ് അരിയാണ്. അപ്പോൾ കോഴിച്ചാറാവുമ്പോൾ നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ 4 അരി ഉണ്ട്. പിന്നെ അതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി അളന്ന് നോക്കിയപ്പം 2 തികയില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ റബ്ബേ കാട്ടുക എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് നമുക്ക് പച്ചരി ഉണ്ടല്ലോ അതും വെച്ചിട്ട് നമുക്ക് ഇതാക്കാതെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ചാടിയ അരി ഉണ്ടായിരുന്നല്ലോ, ആ അരിമണിയൊക്കെ പൊറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കളയാൻ പറ്റില്ല. പിന്നെ തോന്നി ഞാൻ പറഞ്ഞില്ലേ പച്ചരി ഇട്ടിട്ട് അങ്ങനെ ഒരു 3 തികയില്ല. ഏതായാലും അത് വെച്ചിട്ടൊരു നെയ്ച്ചോറാണ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ ചപ്പാത്തി മക്കൾക്ക് ചായ കൊടുക്കാൻ കേട്ടോ. കോഴിച്ചാറായതുകൊണ്ട്
അങ്ങനെ തിന്നുട്ടോ. ഒന്ന് തിന്നണ ചപ്പാത്തിയൊക്കെ 2 3 ഒക്കെ തിന്നു കേട്ടോ. അപ്പോൾ കോഴിച്ചാറല്ലേ, അപ്പോൾ ഞാൻ സനുട്ടന് 2 ചപ്പാത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു 1 മതിയോ 2 മതിയോ, അപ്പോൾ ഓൻ ചോദിച്ചേക്കണ എത്ര ചാറ്, ഞാൻ പറഞ്ഞു കോഴിച്ചാറാണ്. അന്ന് 2 തന്നെ ഇട്ടോളിമാർ. അപ്പോൾ 2 ഇട്ട് കൊടുത്ത് കുറേ ചാറും പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ഇച്ചും കുട്ടികൾക്കും ഒരുപാട് ചാറുമാണ് കേട്ടോ. അത് പുട്ടാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ വേണം. ഇന്നാൾ ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയിട്ടേ ചോറ്റിൽ പറന്നപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയിലുണ്ടെങ്കിൽ ഇതെന്താ ചോറ്റിൽ വെള്ളം കൂടിയതാണോ എന്നിട്ടാ. അവൻ എന്താണെന്നറിയാം, ഞങ്ങൾക്ക് നല്ലോണം ചാറ് വേണം, അതാണ് പറയണത്. അതിങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കുറേ ചാറൊക്കെ പറന്നിട്ട് തിന്നുമ്പോഴേ അങ്ങനെതാ ഞാനും തന്നെ നോക്കിയിരുന്നില്ല, ഞാനും ചായ കുടിച്ചാൽ വേണ്ടി നിന്ന്. അങ്ങനെ ഞാനും തന്നെ 2 ചപ്പാത്തിയും 2 കോഴിയൊക്കെ എടുത്ത് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചോറ് വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വലിയ കുട്ടിക്ക് പോകണം, കടയിലേക്ക് പോകാണ്ടേനി. അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചോറ് നേരത്തെ വെക്കണം കേട്ടോ. അപ്പോൾ അവന് കടയൊക്കെ പോകാനുള്ള ദിവസമാകുമ്പോൾ എന്താണെന്ന് അറിയാം, ചോറും കൂട്ടാനും നേരത്തെ ആവും. പിന്നെ അടിച്ചോലും തുടക്കലാണ് പിന്നെ എടുക്കൽ കേട്ടോ. അങ്ങനെ ഇതാക്കണേ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ഒക്കെ പാർന്നിട്ട് ഏലക്കായും കറാമ്പൂവും പട്ടിയിട്ട് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതിലില്ല കേട്ടോ. കാരണം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ലെങ്കിലും നമ്മളെ നെയ്ച്ചോറിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കണ്ടോളുണ്ട് ഈ നെയ്ച്ചോറിൻ്റെ ഒരു ചൊറുക്ക് മാത്രമൊന്നുമല്ല, തിന്നാനും രസമാണ്. അപ്പോൾ അത് ആ പാകത്തിന് വെള്ളം പറന്നു കൊടുത്ത് 3 നാഴി അരിയല്ലേ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിന് കണക്കാക്കിയിട്ട് വെള്ളവും പാർന്നു കൊടുത്തിട്ട് നമ്മൾ 2 നെയ്ച്ചോറ്റിൻ്റെ ഓല ഇട്ട് കൊടുത്ത് അരി ഞാൻ കേക്ക് വെക്കാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ കേക്കിയാണ് വെച്ചിക്കണേ. പിന്നെ പാത്രങ്ങളൊക്കെ പൊറുക്കിയിട്ട് മോറാൻ വേണ്ടി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ പാത്രം മോറിയിട്ട് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ. അപ്പോൾ ഇതാക്കണേ പാത്രം മോറിയപ്പം കുറുക്കൻ ചത്താലും കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കോട്ടേക്കാണെന്ന് പറഞ്ഞ മാതിരി ഞാനിങ്ങനെ നോക്കുകയാണ്. നെയ്ച്ചോറ്റിന് വെച്ച വെള്ളം ഉണ്ടല്ലോ തിളച്ചിക്കണോ എന്നുള്ളത്. അപ്പം നോക്കിയപ്പോൾ തിളച്ചിക്കണ്. അപ്പം അങ്ങനെ ആവി വന്നപ്പോൾ ഞാൻ വേഗം പാത്രം മോറിൽ അവിടെ ഇട്ടിട്ട് ഞാൻ എന്താട്ടി നമ്മളെ നെയ്ച്ചോറുണ്ട് വെക്കാൽ അരി കെയ്യ ചീനല്ല അതായിക്ക് കൊണ്ട് ഇട്ടിക്കണ്. ഇനി അതവിടെ കിടന്ന് ഒരൊറ്റ വിസിലാണ് വന്നാണ്ടല്ലോ നമുക്ക് നമ്മൾ നെയ്ച്ചോറ് സെറ്റായിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചും ഈ റേഷൻ പൊടിയത്തെ പച്ചരി ഇട്ടുകൊണ്ട് ചോറ് എങ്ങനെ ഉണ്ടാവുക നിങ്ങൾ നോക്കിക്കൊള്ളിട്ടാം ആ നെയ്ച്ചോറിൻ്റെ ഒരു ചൊറുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ 4 അരി നെയ്ച്ചോറരി ഉള്ളിൽ കരുതിയിട്ട് ഒരു 4 അരി പച്ചരി കൂടെ ഒക്കെ ഇട്ടുകാണ്ട് നെയ്ച്ചോറാണ് സെറ്റാക്കി നോക്കി. നല്ല അടിപൊളി ചോറ് നീക്കാരട്ടാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ഗ്യാരണ്ടി വെച്ച് നോക്കണ്ടേ. ഒരു 4 അരിയൊക്കെ കുറവാണെച്ചെങ്കിൽ പച്ചരി ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാണ് വെച്ചാൽ മതി. നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് കാട്ടൽ കേട്ടോ. അപ്പോൾ എല്ലാതും വേണം നമ്മൾ പഠിച്ചെടുക്കുക മക്കളെ, ഇന്നെങ്കിലേ ജീവിച്ച് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് മോറി അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കണ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ചോറ് ഓഫാക്കിക്കണം കേട്ടോ. കാരണം വേഗം ഇറണ്ടല്ലോ. അപ്പം അതിൻ്റെ പ്രഷർ കുറച്ച് കളഞ്ഞിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചോറ് കുറച്ച് വേഗം കയറൂല. അങ്ങനെ ഇതാക്കണേ അടുപ്പും വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളെ ചോറ് കണ്ടങ്ങൾ നമ്മളെ നെയ്ച്ചോറ്റിൻ്റെ ഓല ഉണ്ടല്ലോ അതൊന്ന് എടുത്തിടാം കേട്ടോ. ഈ നെയ്ച്ചോറ്റിൻ്റെ ഓല കിട്ടാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നെയ്ച്ചോറ്റിക്കും ബിരിയാണിക്കൊക്കെ. അപ്പം അങ്ങനെ ഇതാക്കണേ ആ ഓലക്കഞ്ഞ് എടുത്തിട്ടോ. കാര്യം കഴിഞ്ഞാൽ കരിയപ്പിൻ്റെ പുറത്ത് തരണമാതിരി കാര്യം കഴിഞ്ഞാൽ നെയ്ച്ചോറ്റോലയും പുറത്ത് തന്നെയാണ് മക്കളെ. അങ്ങനെ ഇതാക്കണേ നെയ്ച്ചോറ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ട് ഈ നെയ്ച്ചോറ്, ഇതിൽ പച്ചരി ഇട്ടുകണമെന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പോൾ കണ്ടോടെ നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇത് ആരും പറയില്ല കേട്ടോ അതിൽ പച്ചരി ഇട്ടുകണമെന്നുള്ളത്. അങ്ങനെ ഇതാക്കണേ ഓനുള്ള ചോറ് ഞാൻ അട്ടപ്പാത്രത്തേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ. ഓന് പോകാനായിക്കണ്. അങ്ങനെ ഇതാക്കണേ ചോറ് വിളമ്പി എന്നതാക്കണേ രാവിലെ കൂട്ടീൻ്റെ ബാക്കി ചാറുണ്ട് കേട്ടോ. അപ്പം ഇനി ഉച്ചക്ക് ഇതിമെല്ലാം തള്ളിയിടാന്ന് കേട്ടോ വിചാരിച്ചിരിക്കണത്. അങ്ങനെ ഇനിയിപ്പം ഉച്ചക്ക് ഇത് മതി കേട്ടോ. ഇനി വൈകുന്നേരത്തിന് എന്താണെന്ന് അറിയാം എന്തെങ്കിലുമൊക്കെ തട്ടി ഒപ്പിച്ചണം. ഇനി ഉച്ചക്കത്തെ കഴിഞ്ഞാണ്ട് പിന്നെ വൈകുന്നേരത്തിന് ഇല്ലാഞ്ഞാലും അതും ഇടങ്ങേറ് തന്നെയാണ്. അങ്ങനെ ഓനെ പറഞ്ഞയച്ചിട്ട് നമ്മൾ നാത്തൂൻ്റെ കൂടെ ഒന്ന് പോയിട്ടാണ്. അപ്പം അങ്ങനെ പോന്നപ്പം നമ്മൾ സ്കൂൾ പോയ കാലത്ത് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി ഉണ്ടായിന് നമ്മളെടുത്ത്. സൂപ്പറായില്ലേ, സെറ്റായില്ലേ, സെറ്റായി. അപ്പം അങ്ങനെ സ്കൂൾക്ക് പോകുമ്പോൾ വൈക്കുന്ന അങ്ങനെയൊക്കെ കാട്ടിപ്പോയി. ഇനി ഒരു കാലുണ്ടായിന്, അതൊക്കെ ഓർമ്മകൾ മാത്രമായി. ആ ഓർമ്മ ഒന്ന് പുതുക്കിയെടുത്തതാണ് കേട്ടോ. കുറച്ച് ഇല കണ്ടപ്പം മക്കൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഏതായാലും നമ്മൾ ചോറ് കഴിച്ചാണെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് കണ്ടങ്ങൾ നെയ്ച്ചോറിൻ്റെ ഒരു ചൊറുക്ക്. അപ്പോൾ
ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ടൊക്കെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, നാളല്ല കേട്ടോ മറ്റന്നാൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഒന്നും ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും ഒന്ന് ചടപ്പിച്ചണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ ഈ തൊള്ളബടായി അല്ലേ. അപ്പോൾ നിർത്താം കേട്ടോ. അസ്സലാമു അലൈക്കും. താങ്ക് യു.